Next, we are going to represent organic compounds in different ways. Mainly 3 ways can be used to represent organic compound. One is complete structural formula, using complete structural formula. Otherwise, by using condensed structural formula. And third method is by bond line structural formula. Let us see one by one. First is complete structure. As its name indicates, complete structure will be shown. എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവും. എല്ലാ ആറ്റംസിനെയും കാണിച്ചിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ്, എല്ലാ ബോൺസും കാണിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ. സോ ഓൾ ബോൺസ് വിൽ ബി ഷോൺ. ദെൻ സിംഗിൾ ആസ് എ സിംഗിൾ ലൈൻ, double bond as a double dash line. Then triple bond will be shown by 3 lines. Okay. Then if heteroatom present, heteroatom എന്ന് വെച്ചാൽ കാർബണും ഹൈഡ്രജനും അല്ലാതെ വരുന്നത് ആരൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, ഹാലജൻ, സൾഫർ, ഇവരൊക്കെയാണ് ഹെറ്ററോ ആറ്റംസ് എന്ന് ഓർഗാനിക് കെമിസ്ട്രിയിൽ വിളിക്കുന്നത്. സോ ഇവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആൻഡ് ദേ മേ കണ്ടെയ്ൻ ലോൺ പെയർ ഇലക്ട്രോൺ. ആ ലോൺ പെയേഴ്സിനെ ചില സമയത്ത് കാണിക്കാം, കാണിക്കാതിരിക്കാം. ഓക്കെ, മേ ഓർ മേ നോട്ട് ബി ഷോൺ. സി this is ethanol, CH3 CH2 OH ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ബോൺസിനെയും ലോൺ പെയറിനെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലോൺ പെയർ കാണിക്കണം നിർബന്ധമില്ല, ബട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ലോൺ പെയർ ചിലപ്പോൾ കാണിക്കാം, ചിലപ്പോൾ കാണിക്കാതിരിക്കാം. ബട്ട് എല്ലാ ബോൺസും എല്ലാ ഹെറ്ററോആറ്റവും എല്ലാം കാണിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുല. ഡബിൾ ബോണ്ട് ബൈ എ ഡബിൾ ലൈൻ. ദിസ് ഇസ് ഈഥീൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. In condensed structural formula, all bonds will not be shown. Some bonds will be and identical groups will be shown once with their numbers as subscript. ഓക്കെ, ഒരേ ഗ്രൂപ്പ്സ് വരുന്നുണ്ടെങ്കിൽ അത് പിന്നെയും കാണിക്കണ്ട. അതിന് പകരം അത് എത്ര എണ്ണം വരുന്നുണ്ട് അതിൻ്റെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് കണ്ടൻസ്ഡ്. എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നേരത്തെ കാണിച്ച എഥനോളിനെ ഇങ്ങനെ കാണിച്ചാൽ മതി. CH3 CH2 OH. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3H ബോൺസ് കാണിച്ചിട്ടില്ല, റൈറ്റ്? അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, ഒരേപോലത്തെയാണ്. അപ്പോൾ അത് CH എന്ന് 3 തവണ കാണിക്കുന്നതിന് പകരം CH3 എന്ന് കാണിച്ചു. ഓക്കെ, ദെൻ CH2 OH. Another example I will show you. If a compound is like this, ഇങ്ങനെയും കാണിക്കാം. ഇതും കണ്ടൻസ്ഡ് തന്നെയാണ്, കാരണം എല്ലാ ബോൺസും കാണിച്ചിട്ടില്ലല്ലോ. ദിസ് ഈസ് എ കണ്ടൻസ്ഡ്. ബട്ട് ഇതിനെ ഇനി വേണമെങ്കിൽ കണ്ടൻസ്ഡിൽ നമുക്ക് ഒന്നും കൂടെ കണ്ടൻസ് ചെയ്യാം, ഒന്നും കൂടെ ചെറുതാക്കാം. എങ്ങനെ? ഈ CH3 റിപ്പീറ്റായി വന്നിരിക്കുകയാണ്, ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരു തവണ കാണിക്കാം, റൈറ്റ്? എന്നിട്ട് ഹൗ മെനി ആർ ദർ? 1 2 3. അപ്പോൾ ആ നമ്പർ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചു. വി ഷോൺ ലൈക്ക് ദിസ്. ദെൻ COH ബി ഷോൺ ലൈക്ക് ദിസ്. ഇതും ഒരു കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. ആൻഡ് ഹിയർ ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ്സ് ആർ ഷോൺ ബൈ ദ നമ്പർ ഓഫ് സച്ച് ഗ്രൂപ്പ്സ് ബൈ സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, ദെൻ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് അവരുടെ നമ്പർ കൊടുത്തു, എന്നിട്ട് ഐഡൻറ്റിക്കൽ ഗ്രൂപ്പിന് ഒരു തവണ കാണിച്ചു. പിന്നെയുള്ള എല്ലാ സാധനങ്ങളെയും നമ്മൾ കാണിക്കുന്നുണ്ട്, വേറെ ഒന്നും ഒഴിവാക്കിയിട്ടില്ലേ. ദെൻ വൺ മോർ എക്സാമ്പിൾ ഐ വിൽ ഷോ യു. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഉണ്ട്, CH3 CH2 COH. ഇതാരാന്നറിയും, റൈറ്റ്? ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ? ഇവിടുന്ന് എണ്ണണം. COH 1 2 3 4 5 6 കാർബൺ ആറ്റം. സോ ഇയാളുടെ പേര് ഹെക്സനോയിക് ആസിഡാണ്. ഈ ഹെക്സനോയിക് ആസിഡിനെ നമുക്ക് എന്ത് കാണിച്ചാൽ മതി? CH3 ഒന്നുള്ളൂ, അപ്പോൾ അത് കാണിക്കാം. ദെൻ CH2 എന്ന് പറയുന്നത് 4 ടൈംസ്, സെയിം ഗ്രൂപ്പ് 4 ടൈംസ്. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? CH2 എന്നത് ഒരു തവണ കാണിച്ചിട്ട് 4 എന്ന് സബ്സ്ക്രിപ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതിനൊരു ബ്രാക്കറ്റിലിട്ട് സബ്സ്ക്രിപ്റ്റ് ഇടുക, ഇല്ലെങ്കിൽ 24 എന്ന് വായിച്ചു പോകും. ഓക്കെ, ബ്രാക്കറ്റിലിട്ട് സബ്സ്ക്രിപ്റ്റ് ആക്കണം. പിന്നെ COH ഒരു തവണയുള്ളൂ, സോ വി റൈറ്റ് ഇറ്റ് ആസ് COH. സോ ദിസ് ആർ ദ റെപ്രസെൻറ്റേഷൻ ഇൻ കണ്ടൻസ്ഡ് ഫോർമുല. നെക്സ്റ്റ് ലെറ്റ് us see. In bond line structure formula, note these points. ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? First one, carbon and hydrogen will not be shown.
കാർബണിനെയും ഹൈഡ്രജനെയും പ്രത്യേകം കാണിക്കണമെന്നില്ല. ഓക്കെ, അത് എന്തായാലും ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഉണ്ടാവും എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. അതെന്തെങ്കിലും ഹൈഡ്രജൻ ഏതെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ട് വരിക, അങ്ങനെയാണെങ്കിൽ നമ്മളത് കാണിച്ചാൽ മതി, അല്ലെങ്കിൽ കാണിക്കേണ്ട. ദെൻ നെക്സ്റ്റ്, കാർബൺ കാർബൺ ബോൺസ് ഇൻ സിഗ്സാഗ് ഫാഷൻ. കാർബൺ ടു കാർബൺ ബോൺസ് സിംഗിൾ ആയിക്കോട്ടെ ഡബിൾ ആയിക്കോട്ടെ. സിംഗിൾ ആണെങ്കിൽ ഒരു ലൈൻ, ഡബിൾ ആണെങ്കിൽ ഡബിൾ ലൈൻ, ട്രിപ്പിൾ ആണെങ്കിൽ ട്രിപ്പിൾ ലൈൻ. സോ ഇങ്ങനെ എല്ലാ കാർബൺ ടു കാർബൺ ബോൺസും സിഗ്സാഗ് ഫാഷനിൽ നമ്മൾ കാണിക്കണം. എന്നാലേ നമുക്ക് എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് എണ്ണാൻ പറ്റൂ. അല്ലാതെ ഒരൊറ്റ ലൈൻ വരച്ചാൽ ശരിയാവും? ഇല്ല. അപ്പോൾ 3 കാർബൺ ആറ്റംസ് ആണെങ്കിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കും. 3 കാർബൺ ആറ്റംസ് മീൻസ് ഇതാ ഇങ്ങനെ, റൈറ്റ്? സോ നോ നീഡ് ടു റെപ്രസെൻറ്റ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഓരോ കാർബണിനും 4 വാലൻസി ഉണ്ട്. ആ 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ പ്രത്യേകിച്ച് ആരെയും കാണിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയെല്ലാം ഹൈഡ്രജൻ ആയിരിക്കും എന്നാണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഐ വിൽ ഷോ യു. ഇത് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതിന് മുമ്പ് ബാക്കിയും കൂടെ പറയട്ടെ. സോ കാർബൺ ടു കാർബൺ ബോൺസ് ഇൻ സിഗ്സാഗ് ഫാഷൻ. ഇതാണ് സിഗ്സാഗ് ഫാഷൻ. ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് സിഗ്സാഗ് ഫാഷൻ. നെക്സ്റ്റ്, ലൈൻ ജംഗ്ഷൻസ് ഓർ കോർണേഴ്സ് ഡിനോട്ട് കാർബൺ ആറ്റം. ഓരോ ലൈനിൻ്റെയും ഒരറ്റം ഇങ്ങനെ ഈ ജംഗ്ഷൻസ് ഉണ്ടല്ലോ, അതാണ് ഒരു കാർബൺ ആറ്റം എന്ന് കാണിക്കുന്നത്. അതായത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം അതിന് 2 ടെർമിനൽ കാർബണും ഒരു സെൻട്രലിൽ ഒരു കാർബണും ഉണ്ട്. അപ്പോൾ ഈ ജംഗ്ഷൻ ഒരു കാർബണാണ്. പിന്നെ ടെർമിനൽ ആറ്റംസ്, ടെർമിനൽ ഗ്രൂപ്പ്സ് എന്തായിരിക്കും? ടെർമിനലിൽ പ്രത്യേകിച്ച് ഒന്നും കാണിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ വരട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കണം there is a CH3 group at terminal. ഇല്ല, if a functional group is there, that should be shown. അത് സെപ്പറേറ്റ് കാണിക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, CHO or we can say X ഹാലജൻ, ഇവരൊക്കെ ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെർമിനലിൽ CH3 ആണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒരു ലൈൻ ബി തിരിച്ചിട്ടു. അപ്പോൾ നമ്മളിത് എന്ത് വിചാരിക്കണം? ടെർമിനലിൽ 2 CH3 ഉണ്ട്. ഓക്കെ, then we can write it here CH3. then ജംഗ്ഷനിൽ ഒരു കാർബൺ ഉണ്ട്. ആ കാർബണിൻ്റെ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ ഇവരെ ഒഴിച്ച്, അതായത് ഈ കാർബണിലേക്ക് ഒരു വാലൻസി പോയി, ഈ കാർബണിലേക്ക് ഒരു വാലൻസി പോയി. അപ്പോൾ കാർബണിൻ്റെ 2 വാലൻസി ഈ 2 കാർബൺ ആറ്റംസ് സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 2 വാലൻസിയും കൂടെ ഈ കാർബണിൻ്റെ സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. അത് നമ്മൾ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കുക, CH2. അപ്പോൾ കാർബണിൽ എത്ര ബോണ്ട് പോയിട്ടുണ്ട് നോക്കുക. അപ്പോൾ ആ ബോണ്ടിൻ്റെ അത്രയും വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി ബാക്കി വരുന്നത് 4 വാലൻസി തികയ്ക്കാൻ ഇനി എത്ര വേണം അത്ര ഹൈഡ്രജൻ നമ്മൾ ഇട്ട് കൊടുക്കുക. സോ ദിസ് is its bond line formula and this is its condensed formula. ഇത് കണ്ടൻസ്ഡ് ഫോർമുലയും. ഇനി കണ്ടൻസ്ഡ് ആണെങ്കിൽ നമ്മളിങ്ങനെ സിഗ്സാഗിലൊന്നും വരയ്ക്കണമെന്നില്ല. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് CH3 CH2 CH3. It is condensed formula, but this is bond line formula. അപ്പോൾ ഇങ്ങനെ എല്ലാം കാണിക്കാൻ പറയും. ഇപ്പോൾ ഇയാളുടെ ഹൂ ഇസ് ദിസ് പ്രൊപ്പെയിൻ്റെ ഫസ്റ്റ് കംപ്ലീറ്റ് ഫോർമുല കാണിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ബോൺസും കാണിക്കാം. CH then CH. So this is the complete formula. This is the bond line formula. ഇത് രണ്ടും എന്താണ്? കണ്ടൻസ്ഡ് ഫോർമുലയാണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ബോണ്ട് ലൈൻ. ബോണ്ട് ലൈൻ വെച്ചിട്ട് ഒരു വേറെ എക്സാമ്പിൾസും കൂടെ നോക്കാം. ഇത് മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഫോർ എക്സാമ്പിൾ ഇൻ കണ്ടൻസ്ഡ് ഫോർമുല വി ഹാവ് സീൻ ഹെക്സനോയിക് ആസിഡ്. ഈ ഹെക്സനോയിക് ആസിഡിൻ്റെ എല്ലാ 3 റെപ്രസെൻറ്റേഷനും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹെക്സനോയിക് ആസിഡ് കുറേ ഉണ്ട് അല്ലേ? അപ്പോൾ ആ വലിയ കംപ്ലീറ്റ് വേണ്ട, കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാം. നമുക്ക് കണ്ടൻസ്ഡ് കംപ്ലീറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. CH2 ഇത് ഇത്ര തവണ എഴുതുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? CH2 4 times COH എന്ന് എഴുതിയാലും മതി. Both are condensed formulas. So this is the condensed formula, and here we are going to represent it in bond line formula. But how many carbon atoms there? 1 4 5 plus 6. അപ്പോൾ നമ്മൾ എങ്ങനെ കാണിക്കാൻ മതി? 1 ഇവിടെ 1 2 3 4
5, 6. Okay, so 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റം. ഈ 6th കാർബണിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, ഒരു OH ഉണ്ട്. ഈ 6th കാർബണിൻ്റെ മുകളിൽ 1 ഡബിൾ ബോണ്ട് O, COOH അല്ലേ, ഇങ്ങനെയാണ് COOH. റൈറ്റ്? ഇതിൽ ഒരു 10th പഠിച്ചിട്ടുണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ COOH എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് O, ഈ COനെ, ദിസ് ഇസ് ദ 6th കാർബൺ അല്ലെങ്കിൽ ഫസ്റ്റ് കാർബൺ. വൈൽ നമ്പറിങ് വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. CO കാർബോക്സിൽ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ അവിടെ നിന്നാണ് നമ്മൾ നമ്പർ ഇട്ട് തുടങ്ങുക. സോ ഇതാണ് ഫസ്റ്റ് കാർബൺ. അപ്പോൾ ഈ ഫസ്റ്റ് കാർബണിൻ്റെ അവിടെ നമ്മൾ ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട് കാണിച്ചു, ദെൻ OH ഉണ്ട്, അത് കാണിക്കണം. അത് വേറെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ദാറ്റ് ഷുഡ് ബി ഷോൺ. കാർബൺ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഇവിടെ ഉള്ളത് അനദർ കാർബൺ ആറ്റം. ദെൻ ദിസ് ഇസ് വൺ അതർ CH2, 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 CH3. ദിസ് ഇസ് ദ ബോണ്ട് ലൈൻ ഫോർമുല ഫോർ ഹെക്സനോയിക് ആസിഡ്. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഇനി ഇതിനൊന്ന് വലുതാക്കണമെങ്കിൽ നിങ്ങളോട് പറയും ഈ സാധനം തന്നിട്ട് ബോണ്ട് ലൈൻ ഫോർമുല എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയും? ഇത് മാത്രം, ഇത് തന്നിട്ടില്ല, എക്സാം ഇതാണ് തന്നത്, എന്നിട്ട് ഇതിനെ കണ്ടൻസ്ഡ് ഫോർമുലയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. ദെൻ വാട്ട് യു വിൽ ഡു, യു ക്യാൻ റൈറ്റ് ഈ ഭാഗം ഒരു CH3 ഉണ്ടാവും എന്ന് നമുക്കറിയാം ടെർമിനലിൽ, റൈറ്റ്? ബാക്കി ഉള്ള ജംഗ്ഷൻസിലെല്ലാം കാർബൺ ഇട്ട് കൊടുക്കും. ബാക്കിയുള്ള ജംഗ്ഷൻസിലെല്ലാം നമ്മൾ കാർബൺ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ കാർബണിന് ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഒന്നുമില്ല. ദെൻ ഈ കാർബണിൻ്റെ വാലൻസി 4 ആവാൻ ഇനി എത്രയെങ്കിലും ഹൈഡ്രജൻ ആവശ്യമുണ്ടോ അത്ര ഹൈഡ്രജനും കൂടെ ഇട്ട് കൊടുക്കും. ദെൻ ഇവിടെ എത്ര വാലൻസി ഓൾറെഡി ഇപ്പോൾ എത്ര ബോണ്ട് പോയി? 1, 2. അപ്പോൾ ഇനി ഇവിടെ രണ്ട് H മതി. H ഇപ്പോൾ ബോണ്ടായിട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ബോണ്ട് കാണിക്കണം, അല്ലെങ്കിൽ നമ്മൾ H2 എന്ന് കാണിച്ചാൽ മതി. CH2. ഇനി ഇവിടെയോ അതേപോലെ CH2, CH2, CH2. ദെൻ ഇവിടെയോ 2 വാലൻസി ഓക്സിജൻ, 1 വാലൻസി OH, 1 വാലൻസി ഇങ്ങോട്ട്, 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തു. സോ നത്തിങ് ഇസ് മോർ നീഡഡ് ദർ. ദിസ് ഇസ് ദ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. അപ്പോൾ അത് ചോദിക്കും. ഇനി ഇതിനെ ഒന്നുകൂടെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് CH2 4 ടൈംസ് എന്നെഴുതി COH എന്നെഴുതി. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും കണ്ടൻസ്ഡ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും യു വിൽ ഗെറ്റ് മാർക്ക്, ആൻഡ് ദിസ് വൺ ഓൾസോ കറക്റ്റ്. ഓക്കെ, ദെൻ ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ തരാം. ഡബിൾ ബോണ്ട് ഒക്കെ വന്നാൽ എന്താ സംഭവിക്കാം? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഹിയർ എക്സ് ഇസ് ഷോൺ, എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ഏതായിരിക്കും മോളിക്യൂൾ? ഇതിനെ നെയിം ചെയ്യാൻ പറഞ്ഞു, അതാണ് തന്നിരിക്കുന്നത്. നെയിമിങ്ങിൽ ബോണ്ട് ലൈൻ തരും. സോ ഈ ഒരു കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാം? ഇയാളെ നെയിം ചെയ്യണം നമുക്ക്. ഓക്കെ, ലെറ്റ് us do. സോ വാട്ട് വി ക്യാൻ ഡു ഹിയർ, നമ്മൾ CH3 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, CH3 ടെർമിനലിൽ ഇട്ട് കൊടുക്കുന്നു. ദെൻ ഈ ടെർമിനലിൽ CH3 അല്ല, ഇവിടെ ഒരു എക്സ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബാക്കി എല്ലായിടത്തും C ഇട്ട് കൊടുക്കാം, ജംഗ്ഷനിലെല്ലാം C ഇട്ട് കൊടുക്കാം. ഓക്കെ, എല്ലാ ജംഗ്ഷനിലും നമ്മൾ C ഇട്ട് കൊടുക്കുന്നു, ഇവിടെ എക്സ്. ഓക്കെ, ദെൻ ഇനി ബാക്കി വരുന്ന വാലൻസീസ് നമ്മൾ ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ CH3 ഇട്ട് കഴിഞ്ഞു, ഇനി അതിൻ്റെ കാര്യം ആലോചിക്കേണ്ട. ഇവിടെ 1, 2, അപ്പോൾ ഇനി ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇനി 1, 2. ഇനി ഇത് ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 4 വാലൻസി അല്ല സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. 1, 2, അപ്പോൾ 3, 4 ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് വേഗം ശരിയായി എന്ന് മനസ്സിലാവും. അയ്യോ സോറി 1 മിസ്റ്റേക്ക് ഇസ് ദർ. ദാറ്റ് ഈസ് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അയാളെ കണ്ടില്ല, അതാണ് പ്രശ്നം. ഡബിൾ ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബോണ്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2, ഒരു ഹൈഡ്രജൻ മതി. ഇവിടെ 1 ഹൈഡ്രജൻ ഇനഫ്, ഇവിടെ മതി 1 ഹൈഡ്രജൻ ഇസ് ഇനഫ്. ആൻഡ് ഹിയർ 1, 2, then 2 ഹൈഡ്രജൻസ് ആർ നീഡഡ്. കോമ്പൗണ്ടിനെ ഒന്ന് എഴുതി നോക്കാം സ്ട്രെയിറ്റ് ആയിട്ട്. CH3, CH, ഡബിൾ ബോണ്ട് CH, CH2, X. ഈ എക്സിന് പകരം ഇവിടെ ഒരു Br എന്നൊക്കെ തന്നിട്ടുണ്ട്, ബ്രോമിൻ, ഹാലജൻ ആണല്ലോ. അപ്പോൾ ആളുടെ പേര് തന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാണ് കോമ്പൗണ്ട്. CH3 CH ഡബിൾ ബോണ്ട് CH2Br. ഇനി ഇയാൾക്ക് നമ്മൾ പേരിടുമ്പോൾ എന്തായിട്ടാണ് വരിക? 1 2 2 ബ്യൂട്ട് 2 1 ബ്രോമോ ബ്യൂട്ട് 2ene. ഓക്കെ, അത് നമുക്ക് നെയിമിങ് പഠിക്കുമ്പോൾ മനസ്സിലാക്കാം. എനിവേ ഡബിൾ ബോണ്ട് ഇവിടെ വരുന്നു, ബ്രോമിൻ ഇവിടെ വരുന്നു. ദാറ്റ്സ് ഓൾ. ദീസ് ആർ ദ 3 റെപ്രസെൻറ്റേഷൻസ്. ഇനി ഈ സൈക്ലിക് ഫോർമുലയ്ക്ക് ബോണ്ട് ലൈൻ ഫോർമുല ഏറ്റവും യൂസ്ഫുൾ ആയ വേറൊരു കേസ് ഉണ്ട്. അതാരാന്നറിയോ? സൈക്ലിക് കോമ്പൗണ്ട്സ്. ബോണ്ട് ലൈൻ ഫോർമുല നമ്മളെ ഈ കാര്യങ്ങളിൽ കുറച്ച് കൺഫ്യൂസ് ചെയ്യിക്കും അല്ലേ? ഇതിങ്ങനെ എഴുതുന്നതിനേക്കാളും നമുക്ക് എളുപ്പം ഇങ്ങനെ എഴുതുന്നതാണ്. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നമ്മൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുക ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുമ്പോഴാണ്. ഈ ബോണ്ട് ലൈൻ ഫോർമുല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈക്ലിക് കോമ്പൗണ്ട്സിലാണ്. സൈക്ലിക് കോമ്പൗണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളെടുത്ത് സൈക്ലോപെൻറ്റെയിൻ. നമുക്ക് സൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞല്ലോ, കാറ്റനേഷൻ വഴി കാർബൺ ലോങ് ചെയിൻസും റിങ്സും ഫോം ചെയ്യുന്ന ആ റിംഗ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതായത് ഇങ്ങനെ CH2 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 ഇതാണ് കോമ്പൗണ്ട്. ഇതിനൊക്കെ CH2 ആണ്, കാരണം ബാക്കി 2 വാലൻസി കാർബണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 5 കാർബൺ ആറ്റംസ് ഒരു റിങ് ഫോം ചെയ്താൽ അതിനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. വെറും കാർബണും ഹൈഡ്രജനും അല്ലേ ഉള്ളൂ. ഇനി ഇതിലെവിടെയെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു ഒരു ക്ലോറിൻ വന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഇവിടെ മാത്രം കാണിച്ചാൽ മതി, ബാക്കിയൊന്നും കാണിക്കണ്ട. സോ ഇറ്റ്സ് വെരി ഈസി, റൈറ്റ്? സോ സൈക്ലിക് കോമ്പൗണ്ട്സിൽ ബോണ്ട് ലൈൻ ഫോർമുല കൂടുതൽ യൂസ്ഫുൾ ആണ്. ഇത്രയാണ് നമുക്ക് റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഓൾ.